ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ സേവ പലതരത്തിലുള്ള MLM കമ്പനികളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരാനാണ്. നമുക്കറിയാം, ഇന്ന് പലതരത്തിലുള്ള MLM കമ്പനികളും നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സേവാപ്പ് എന്താണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൊഡക്റ്റ് ബേസിലുള്ള പല കമ്പനികളും നമുക്ക് അറിയാം. അതിലൊക്കെ വിജയിക്കണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് മാത്രമല്ല, മാനസികമായി പിരിമുറുക്കം ഉണ്ടാക്കിത്തരുന്ന കുറേ അപ്പ് ലൈൻസും അതിലുണ്ടാവും. കാരണം അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ പലതരത്തിലും നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യും. പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോ, ആവശ്യമില്ലാത്തതുമായ പ്രൊഡക്റ്റ് നിങ്ങൾ എല്ലാ ആഴ്ചയും റീപർച്ചേസ് ചെയ്യണം, മറ്റു ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മാച്ച് ചെയ്യണം, ഇത്ര മാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പലതരത്തിലും പറഞ്ഞ് പല മോട്ടിവേഷനും ചെയ്ത് നിങ്ങളെ പലതരത്തിലുള്ള കടക്കണിയിലേക്ക് കൊണ്ടുപോയി തള്ളും. എന്നാൽ സേവാപ്പ് നമുക്ക് തരുന്നത് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കി തരാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല, നമുക്ക് മണി മാനേജ്മെൻറ്റ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റ് മണി മാനേജ്മെൻറ്റ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പഠിച്ചിരിക്കണം. അതാണ് നമ്മുടെ സേവാപ്പ് എന്നത് ഒരു 16ഓളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇന്ന് ആൻഡ്രോയിഡ് മൊബൈലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം, പ്ലേ സ്റ്റോറിലുണ്ട്. എന്നാൽ അതൊരു ബിസിനസ് മോഡിലായതുകൊണ്ട് തന്നെ റഫറൽ, നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലുമോ നമ്മുടെ റഫറൽ ചെയ്തു വേണം നമ്മൾ ഇതിലേക്ക് കടന്നു വരാൻ. ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയാസിലൂടെ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. മറ്റുള്ളത് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയാസിലൂടെ നമുക്ക് അതിൽ വലിയ റോളൊന്നുമില്ല. പല MLM കമ്പനികളും ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള പല കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഒരാൾക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമാക്കി പറയുന്നില്ല. എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ മുതൽ സോപ്പ് വരെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എല്ലാ മാസവും എല്ലാ ആഴ്ചയും അത് തീർന്നു പോകുന്ന ടൈപ്പ് സാധനങ്ങളാണ്, അല്ലേ? അവിടെ നമുക്ക് റീപർച്ചേസിങ് നിർബന്ധമായിട്ട് വരും. കാരണം തീരുമ്പോൾ വാങ്ങണം. അതാണ് അവിടെ മെത്തേഡെങ്കിൽ ഇവിടെ ഒരു IT പ്രൊഡക്റ്റാണ് സേവാപ്പ്. ഇതൊരു കോപ്പി പേസ്റ്റാണ്. ഇത് 1 ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ പുതിയ അപ്ഡേഷൻ വേർഷൻ വരുമ്പോൾ മാത്രം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതി. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതൊരു ലോറി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്ത് കോഴിക്കോടോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ നമുക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ട, സാലറി എംപ്ലോയീസ് വേണ്ട, ഷോപ്പിൻ്റെ റെൻ്റ് വേണ്ട, കരണ്ട് വാടക വേണ്ട. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ മാത്രം മതി ഡിയർ ഫ്രണ്ട്സ്. ഓരോരുത്തർക്കും നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സേവാപ്പിൽ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ലിങ്ക്, അതായത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ലിങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സേവാപ്പിൽ അംഗമാകാം. നമ്മുടെ മൊബൈൽ റീചാർജിലൂടെ നിങ്ങൾക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം, അതും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട്. മറ്റുള്ള പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ഏത് തരം MLM കമ്പനിയിൽ വരുമ്പോഴോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ എത്ര റുപ്യൻ്റെ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇതിൽ കടന്നു വരാൻ പറ്റുള്ളൂ എന്നൊരു നിബന്ധന ഉണ്ടാകും. എല്ലാ മാസവും ഇത്ര രൂപയുടെ റീപർച്ചേസിങ് വേണം,
എന്നാൽ ഇവിടെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരുന്നു കൊണ്ടും ആക്റ്റീവായിരുന്നു കൊണ്ടും ഫാമിലി പാക്ക് എടുത്തുകൊണ്ടും പർച്ചേസ് മാത്രം നമ്മുടെ പ്രൊഡക്റ്റ് IT പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കാം. അല്ല, വരുമാനം ഒന്നുകൂടി % കൂട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് ആക്റ്റീവാക്കിക്കൊണ്ട് 1% ഫ്രീ വരുമാനം കൊടുക്കുമ്പോൾ 2% നിങ്ങൾക്ക് ആക്റ്റീവാകുമ്പോൾ ലഭിക്കും. അതെല്ലാം നിങ്ങൾ 3% വരുമാനം നിങ്ങൾ മന്ത്ലി ഒരു 20,000 50,000 വാങ്ങുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് ആക്റ്റീവ് യൂസേഴ്സായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് 30,000 കിട്ടുന്ന വ്യക്തികൾക്ക് 60,000-വും 50,000 കിട്ടുന്ന വ്യക്തികൾക്ക് 1,00,000-വും ആകും. അത് ബിസിനസ് മോഡിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ബിസിനസ്സാണ് വേണ്ടത്, അല്ല ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മതിയെങ്കിൽ അങ്ങനെ, അല്ല ഫ്രീ ആയിട്ട് വെറും മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തരാണെങ്കിൽ അങ്ങനെ. ഒന്നിനും ഒരു നിബന്ധനയോ ഒന്നും ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നോ ഒരാരും നിങ്ങളെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്ന വരുമാനം എത്രയാണെന്ന് നിങ്ങൾ സ്വന്തം തീരുമാനിക്കുക. ആക്റ്റീവ് യൂസേഴ്സിന് 60,000 കിട്ടുന്ന ഒരു ഫ്രീ യൂസേഴ്സ് ആണെങ്കിൽ 1,20,000 ആക്റ്റീവ് യൂസേഴ്സിന്. ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് ഇതിൽ കടന്നു വരുന്നതെങ്കിൽ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കടന്നു വരുന്ന വ്യക്തികൾക്ക് 3% 3, 6, 18 1,80,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. എന്നാൽ ഫ്രീ ആയിട്ട് തന്നെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വെറും 60,000-ൽ ഇരുന്ന് ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാം. അതിനെല്ലാം വേണ്ടത് റഫറൽ ചെയ്യുക, കമ്മ്യൂണിറ്റി വളർത്തുക. എത്രത്തോളം മുന്നിൽ ആരെയൊക്കെ കാണുന്നു അവർക്കൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക. അതിനു വേണ്ടുന്ന ലേണിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലേൺ ചെയ്യണം, പഠിക്കണം. നിങ്ങളെ ആപ്ലിക്കേഷൻ എന്താണെന്നും ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പഠിക്കണം. അതിന് നമ്മുടെ എല്ലാ സപ്പോർട്ടുമുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ഒരു ചുരുങ്ങിയ വീഡിയോയിൽ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പുതിയ വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ടോ അല്ലെങ്കിൽ സേവ് ആപ്പിൽ എങ്ങനെ പ്രവർത്തിക്കാം, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നേടിയെടുക്കാൻ പറ്റും എന്നൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരാം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ജയ് സേവ് ആപ്പ്.